CPM നിയന്ത്രണത്തിലുള്ള കണ്ണൂർ കോളിത്തട്ട് സഹകരണ ബാങ്കിൽ വൻ നിക്ഷേപ തട്ടിപ്പ് എന്നൊരു വാർത്ത വരുന്നു. 30 കോടിയിലധികം രൂപയാണ് നിക്ഷേപകർക്ക് തിരികെ നൽകാനുള്ളത്. മരിച്ചവരുടെ പേരിൽ വായ്പ എടുത്തും ക്രമക്കേട് നടന്നു എന്നാണ് ഞങ്ങളുടെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കോടികളുടെ തിരിമറി ബോധ്യമായതോടെ ഭരണസമിതി അംഗങ്ങളായ CPM ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർക്ക് പാർട്ടി നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആ വാർത്തയൊന്ന് കണ്ടുവരാം. കോടികളുടെ ക്രമക്കേടാണ്. നിക്ഷേപിച്ച തുക പോലും തിരികെയില്ല. ചിട്ടിയിടപാടുകളിൽ കള്ളത്തരങ്ങൾ, മരിച്ചവരെ ജാമ്യക്കാരാക്കി വായ്പ, പലതരത്തിലാണ് കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിലെ കോടികളുടെ സാമ്പത്തിക ക്രമക്കേട്. 2013 മരിച്ചയാൾ ജാമ്യക്കാരനായി 2018 വായ്പ അനുവദിച്ചു. തിരിച്ചടവിന് നോട്ടീസ് കിട്ടിയപ്പോൾ വീട്ടുകാർ പോലും ഞെട്ടിപ്പോയി. അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞത് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് നടത്തിയ തട്ടിപ്പിന്റെ കഥകൾ. എൻ്റെ പിതാവ് 2011 സെപ്റ്റംബർ 13 മരണപ്പെട്ടു. 2018 വ്യാജ ലോൺ ശ്യാമള നെല്ലാപ്പാറയ്ക്കൽ എന്ന് പറഞ്ഞ് ശരിക്കും ഒരു പിറക്കാപുത്രിക്ക് വേണ്ടി ഒരു വ്യാജ ലോണ് ഇവിടെ എൻ്റെ പിതാവിൻ്റെ പേരിൽ വ്യാജമായി ഒപ്പിട്ട് 2018, 19, 20, 21, 22, 23 5 വർഷം തുടർച്ചയായി എടുത്തുകൊണ്ടിരുന്നു. 2 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപം നടത്തിയ കർഷകന് കാലാവധി കഴിഞ്ഞിട്ടും തിരികെ ലഭിച്ചത് കൈമലർത്തിയ മറുപടി മാത്രം. കർഷകനായ എനിക്ക് ഈ നിക്ഷേപിച്ച പൈസ അവർ തരാൻ തയ്യാറാണ്. പ്രാദേശികമായിട്ടോ വകുപ്പ് മന്ത്രിക്കോ ഒക്കെ തോന്നാം ഇത് സഹകരണ മേഖലയെ തകർക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് വരിൽ ഈ 2 ലക്ഷം രൂപയും അതിൻ്റെ ഇൻട്രസ്റ്റും എനിക്ക് തന്നാൽ മതി. ഞാൻ അപ്പോഴേ ഇത് പിൻവലിക്കും. നമ്മളിപ്പോൾ ചിട്ടി തീർന്ന് എന്തെങ്കിലും ഒരു കാര്യം കാണാനാണല്ലോ നമ്മൾ ചേരുന്നത്. അത് അങ്ങനെയാണ് 2 എണ്ണം ഇവിടെയുണ്ട് തന്നിട്ടുള്ളത്. വേറൊരു 10,000 രൂപയുണ്ട് ഡിപ്പോസിറ്റ്. തിരിച്ചറിഞ്ഞ കണക്കുകൾ മാത്രം കോടികളുടേതാണ്. കോളിത്തട്ടിലെ ഒരുപാട് ആളുകളുടെ പൈസ യഥാർത്ഥത്തിൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയായിട്ടുള്ളതാണ്. ഇവിടുത്തെ ജീവനക്കാരുൾപ്പെടെ ഇവിടുത്തെ ഭരണസമിതി ഉൾപ്പെടെ എത്രയോ കാലങ്ങളായിട്ട് ഏകദേശം 2 വർഷമായിട്ട് ഇവിടെ നിക്ഷേപം ചോദിച്ചു ചെല്ലുമ്പോൾ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ അല്ലെങ്കിൽ പിന്നീട് തരാമെന്ന് പ്രലോഭിപ്പിക്കുന്ന രൂപത്തിൽ ഈ പൈസ പിടിച്ചു വെച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രമക്കേട് ബോധ്യപ്പെട്ടതോടെ ഭരണസമിതിയിലെ CPIM ഇരിട്ടി ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർക്കെതിരെ പാർട്ടി നടപടിയെടുത്തു. എന്നാൽ പണം തിരികെ ലഭിക്കാത്തതിനാൽ നിക്ഷേപകർ പലരും ആത്മഹത്യയുടെ വക്കിലാണ്. വളരെ ചെറിയ സംഖ്യ മുതൽ 32 ലക്ഷവും അതിനു മുകളിലുമൊക്കെ ബാങ്കിൽ നിക്ഷേപിച്ചവരുണ്ട്. അതിൽ കുടുംബശ്രീക്കാരുണ്ട്, സാധാരണ പെൻഷൻ വാങ്ങുന്നവരുണ്ട്, കർഷകരുണ്ട്. അവരുടെ പണത്തിനായി ബാങ്കിൽ ചോദിക്കുമ്പോൾ കൈമലർത്തുകയാണ് ബാങ്കിൻ്റെ അധികാരികൾ. അന്വേഷണം വേണം, പണം തിരികെ ലഭിക്കണം. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുബാഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. അർജുൻ കല്യാട് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. ഈ കോളിത്തട്ട് ബാങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പെൻഷൻ അടക്കം ഈ ബാങ്കിൽ നിക്ഷേപിച്ച മനുഷ്യർക്ക് ആ പണം തിരിച്ചു കൊടുക്കാതിരിക്കുക, സാധാരണക്കാരായ ആളുകളുടെ ആശ്വാസമായി നിൽക്കുന്ന ഈ സഹകരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഈ തട്ടിപ്പുകൾ തുടരുകയാണല്ലോ. പ്രത്യേകിച്ച് കണ്ണൂരിൽ ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. കാരണം അവിടെ പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ കണ്ണൂരിലെ സഹകരണ സ്ഥാപനങ്ങളൊക്കെ വളരെ അടിത്തറയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഈ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുന്നത്. 30 കോടിയുടെ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ തട്ടിപ്പുമല്ല. ആരാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോളിത്തട്ട് സഹകരണ ബാങ്കിലുള്ള നിക്ഷേപകരുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് അർജുൻ? അരുൺ, അതായത് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തുടർച്ചയായി സഹകരണ മേഖലയിലുള്ള ചില ക്രമക്കേടുകൾ വാർത്തയായി വരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കോളിത്തട്ട് ബാങ്കിലെ വാർത്ത കൂടി നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ഇതേതെങ്കിലും സഹകരണ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സഹകരണ മേഖലയെ ഏതെങ്കിലും തരത്തിൽ തകർത്ത് കളയാമെന്നുള്ളതല്ല. കാരണം കണ്ണൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് സഹകരണ മേഖല വളരെയധികം ശക്തി പ്രാപിച്ചതാണ്. സാധാരണ ജനങ്ങളുടെ ഒരു അഭയ കേന്ദ്രമായി, ആശ്രയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മേഖലയാണ് സഹകരണ മേഖല. പക്ഷേ ഇത്തരത്തിലുള്ള ചില ക്രമക്കേടുകൾ ഈ മേഖലയെ ആകെ തന്നെ ബാധിക്കുന്നു. ഇതിൻ്റെ ഒരു വിശ്വാസ്യതയെ തകർക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിൽ ഒരു മലയോര ഗ്രാമമാണ്. മലയോര ഗ്രാമം എന്നുള്ള രീതിയിൽ കർഷകരും അവിടെയുള്ള സാധാരണ ജനങ്ങളും ഏറ്റവും പ്രധാനമായി ആശ്രയിക്കുന്ന ഒരു മേഖല കൂടി, അല്ലെങ്കിൽ ഒരു ബാങ്ക്, ഒരു സാമ്പത്തിക ഇടപാട് നടത്തുന്ന സ്ഥാപനം എന്ന രീതിയിൽ ഈ കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിനെയാണ് ആശ്രയിച്ചിരുന്നത്. അവിടെയുള്ള ഒരു വിഭാഗം ജീവനക്കാരും ഭരണസമിതിയിലെ ഒരു വിഭാഗവും ചേർന്നുകൊണ്ടാണ് വലിയ തോതിൽ 30 കോടിയിലേറെ രൂപ എന്നുള്ളതാണ് പ്രദേശവാസികൾ എടുത്തിട്ടുള്ള കണക്കുകൾ. അത് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളല്ല. കാരണം അവരെല്ലാവരും ഓരോ ആൾക്കാർക്കും നിക്ഷേപിച്ച തുക കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ഘട്ടത്തിലാണ് ഈ 30 കോടിയിലേറെ രൂപ എന്നുള്ളൊരു കണക്ക് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതിലും വലിയ അളവിലുള്ള അല്ലെങ്കിൽ അതിലും അധികം സംഖ്യ ഇത്തരത്തിൽ നിക്ഷേപകർക്ക് തിരികെ നൽകാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സഹകരണ വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്തൊരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ക്രമക്കേടുകൾ, തിരിമറികൾ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി CPM നിയന്ത്രണത്തിലുള്ള ബാങ്കാണ്. പാർട്ടി അച്ചടക്ക നടപടിയും ഇതിൻ്റെ ഭാഗമായി
ഭാഗമായി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളും പരിശോധനയും അന്വേഷണവും എല്ലാം നടക്കുമ്പോൾ ആ സാധാരണ കർഷകരുടെ അവസ്ഥ, സാധാരണ കുടുംബശ്രീക്കാരുടെ, പെൻഷൻകാരുടെ ഒക്കെ അവസ്ഥയാണ് ഏറ്റവും ദയനീയമായിട്ടുള്ളത്. അവരെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്തയുടെ ഭാഗമായി അവിടത്തേക്ക് ചെല്ലുന്ന ഘട്ടത്തിൽ പല അമ്മമാരും പല സഹോദരങ്ങളും കരഞ്ഞുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്. അതായത് അവരുടെ ജീവിത ഉപാധി എന്ന രീതിയിൽ കൃഷിയാണ് പ്രധാനപ്പെട്ട വരുമാന മാർഗം. അങ്ങനെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള പണം ബാങ്കിൽ നിക്ഷേപിച്ചു, അത് തിരികെ ലഭിക്കില്ല എന്ന് പറയുമ്പോൾ വലിയ തോതിൽ പ്രയാസത്തിലാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് പോലും പണം നൽകാൻ വേണ്ടി കഴിയാത്ത വലിയ ദുരിതപൂർണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് ഉടനടി അടിയന്തരമായി സഹകരണ വകുപ്പ് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് പരിഹാരം കണ്ടെത്തിയേ മതിയാവും. വലിയ തോതിലുള്ള മേഖലയിൽ ഉണ്ടാവും. ഇങ്ങനെ സംഭവിക്കുന്നത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. ഇവരിൽ പലരും പാർട്ടി പ്രവർത്തകർ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പാർട്ടിക്ക് പരാതി കൊടുത്തു, പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ അതുപോരാ, നടപടി കൊണ്ട് കാര്യമില്ലല്ലോ. പണത്തിന് പണം തന്നെ വേണം. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് അവിടെ നിക്ഷേപകർ. കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, അത്യാവശ്യം തൊഴിലെടുത്ത് പെൻഷൻ പറ്റിയപ്പോൾ പെൻഷൻ കിട്ടിയ പണം കൊണ്ടിട്ടിരിക്കുന്നവരുണ്ട്. ആ പണമൊക്കെ എടുത്ത് ഇങ്ങനെ ദുർവ്യയം ചെയ്യുന്നത് ഒരിക്കലും പൊറുക്കാനാവാത്ത കാര്യമാണ്. ഈ പണം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും അടിച്ചുമാറ്റി നേടാമെന്ന് കരുതിയ അതുകൊണ്ടൊരു കാരണവശാലും നിങ്ങൾ ഗുണം പിടിക്കലേ കേട്ടു. ഇത് പൊതുവേ നമ്മൾ കേൾക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സാധാരണ മനുഷ്യരുടെ കണ്ണീര് 1-2 ലക്ഷം രൂപയൊക്കെ മക്കളുടെ കല്യാണത്തിനായിരിക്കും ചിലപ്പോൾ പോയി ചോദിക്കുന്നത്. ആ സമയത്ത് നാളെ വരൂ, അടുത്ത ആഴ്ച വരൂ, 10,000 രൂപ വീതം തരാം എന്നൊക്കെ ഒരു ബാങ്ക് പറഞ്ഞാൽ ആ ബാങ്കിൻ്റെ വിശ്വാസ്യത തകർന്നു പോകും. അപ്പോൾ കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേട് തീർച്ചയായിട്ടും സഹകരണ വകുപ്പ് അന്വേഷിക്കണം. അവിടെയുള്ള നിക്ഷേപകരുടെ ആശങ്കകൾ സഹകരണ വകുപ്പ് കേൾക്കുകയും വേണം. അതിൽ ഉടൻ തന്നെ അടിയന്തരമായി കൈവിട്ടു പോവാത്ത രീതിയിൽ ആ വാർത്ത ഇനി വലിയ രീതിയിൽ പടർന്ന് പന്തലിക്കാത്ത രീതിയിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട്, സഹകരണ വകുപ്പ് ഇടപെട്ടുകൊണ്ട് അവിടുത്തെ നിക്ഷേപകരുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയും വേണം.